നിങ്ങളുടെ വീടിനുള്ളിൽ ചൂട് കൂടുതലാണോ? പ്ലാനിങ്ങിലും ഡിസൈനിങ്ങിലും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീടിനുള്ളിലേക്ക് ചൂട് വരുന്നത് പ്രധാനമായിട്ടും വീടിൻ്റെ റൂഫ് സ്ലാബിലൂടെയും അതുപോലെ തന്നെ ഔട്ടർ ഭിത്തിയിലൂടെയാണ്. ഈ റൂഫ് സ്ലാബിലേക്ക് സൺലൈറ്റ് അടിച്ച് കിടക്കുമ്പോഴത്തേനും അത് ഈ കോൺക്രീറ്റ് ചൂടിനെ അബ്സോർവ് ചെയ്തിട്ട് വീടിനുള്ളിലേക്ക് റിലീസ് ചെയ്യും. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ടെറസിന് മേളിൽ റൂഫിംഗ് ചെയ്ത് കൊടുക്കാം. ട്രസ് വർക്ക് ചെയ്ത് ഓടിടുകയോ റൂഫിംഗ് ഷീറ്റ് ഇടുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ടെറസുകളാണെങ്കിൽ സൺ റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആയിട്ടുള്ള പെയിൻറ്റുകൾ നമുക്ക് അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഔട്ടർ ഭിത്തികളിൽ മാക്സിമം സൺഷെയ്ഡുകൾ കൊടുത്തിട്ട് ഈ ലൈറ്റ് വന്നിട്ട് ചൂട് ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്യുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ വാൾ തിക്നെസ് കൂട്ടി കൊടുക്കാം. വാളിന് ഉപയോഗിക്കുന്ന ക്ലേ ബ്രിക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ സൗത്തും വെസ്റ്റും സൈഡുകളിൽ വരുന്ന ആ ഭിത്തികളുടെ മുന്നിലായിട്ട് നമ്മൾ വലിപ്പം കൂടിയ ചെടികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ സൺലൈറ്റ് ഡയറക്റ്റ് ഇതിലേക്ക് വന്നിട്ട് ചൂട് അബ്സോർവ് ചെയ്യുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ വീടിനുള്ളിൽ യൂസ് ചെയ്യുന്ന വിൻഡോസിൻ്റെ സൈസാണ്. ഈ വിൻഡോസിൻ്റെ വലിപ്പം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ളിലേക്ക് വരുന്ന ചൂടും വളരെ കൂടുതലായിരിക്കും. ഒരു വീടിനെ സംബന്ധിച്ച് അതിൻ്റെ സൗത്തിലും വെസ്റ്റിലും ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. അപ്പോൾ ഈ സൗത്ത് സൈഡിലും വെസ്റ്റ് സൈഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോസിൻ്റെ സൈസ് ചെറുതാക്കി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വലിയ വിൻഡോസ് അവിടെ വേണമെന്നുണ്ടെങ്കിൽ അത് ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് ഒക്കെ വരുന്ന രീതിയിലുള്ള വിൻഡോസ് അവിടെ യൂസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഡബിൾ ഹൈറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഡബിൾ ഹൈറ്റുകളിൽ ഒരു ലൂവർ വിൻഡോസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ട് എയർ മേളിലേക്ക് വന്ന് ഈ ലൂവർ വിൻഡോസ് വഴി വെളിയിലേക്ക് പോവുകയും അതുപോലെ തണുത്ത എയർ ഉള്ളിലേക്ക് വരികയും ചെയ്യും. നാലാമത്തെ കാര്യം, നമ്മൾ വീടിനുള്ളിൽ ഇൻറ്റീരിയർ പ്ലാന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്ലാന്റ്സ് അബ്സോർവ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ 5% ശരിക്കും അതിൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാക്കി 95% അത് ട്രാൻസ്പിറേഷൻ വഴി അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഈർപ്പത്തിൻ്റെ പ്രസൻസ് കൊണ്ട് നമ്മുടെ വീടിനുള്ളിലെ ചൂട് കുറയാനുള്ള ഒരു കാരണമാകും. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് സൈഡിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് ഒരു ക്രോസ് വെന്റിലേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സൗത്ത് വെസ്റ്റ് സൈഡിൽ നിന്നായിരിക്കും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു റീജിയൻ വെച്ചിട്ട് മാക്സിമം കാറ്റ് വരിക. അപ്പോൾ ഇത്തരത്തിൽ സൗത്ത് വെസ്റ്റ് സൈഡിൽ കൂടെ വരുന്ന കാറ്റ് വീടിനുള്ളിലൂടെ കയറി നോർത്ത് ഈസ്റ്റിലേക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ക്രോസ് വെന്റിലേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീടിനുള്ളിലെ ചൂട് ഒരു പരിധിവരെ കുറയുന്നതിന് കാരണമാകും.